കോഴിക്കോട് തിരുവമ്പാടിയിൽ KSEB ഓഫീസ് അടിച്ച് തകർത്ത യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പിതാവിനും പ്രശ്നക്കാരനാണെന്ന് KSEBയുടെ പരാതി. 2022-ൽ ബില്ലടയ്ക്കാത്തത് കൊണ്ടാണ് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാനെത്തിയത്. ജീവനക്കാരെ റസാഖ് അന്ന് കയ്യേറ്റം ചെയ്തിരുന്നുവെന്നും KSEBയുടെ പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ കറണ്ട് ചാർജ് മുടക്കിയതിനെ തുടർന്നാണ് സ്വാഭാവിക നടപടി എന്ന നിലയിൽ കറണ്ട് കട്ട് ചെയ്തത്. ഇതിനെ പ്രതിഷേധിച്ചാണ് വന്ന് ഉദ്യോഗസ്ഥരെ അടക്കം തല്ലുന്നത്. ഇയാളുടെ പിതാവും ഇത്തരത്തിൽ അക്രമം കാട്ടിയിരുന്നു അല്ലേ? അതാണോ പരാതിയിൽ പറയുന്നത്? അജിംഷാദ്, യഥാർത്ഥത്തിൽ തിരുവമ്പാടിയിൽ സംഭവിച്ചത് KSEB ഓഫീസിന് നേരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള ആളുകൾ വന്ന് തിരുവമ്പാടിയിലെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കയറി വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപകരണങ്ങളെല്ലാം തകർക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ KSEB ജീവനക്കാരെ മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി. KSEB ജീവനക്കാർക്ക് നേരെ മലിനജലം, അതായത് ഭക്ഷണ മാലിന്യങ്ങൾ അടങ്ങിയ വെള്ളം ഒഴിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. ഏറ്റവും മനുഷ്യത്വരഹിതമായ രീതിയിലായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ, അതായത് അജ്മൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ നേതൃത്വത്തിൽ, അജ്മലിന്റെ നേതൃത്വത്തിലുള്ള സംഘം KSEB ഓഫീസ് ആകെ അലങ്കോലപ്പെടുത്തുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത രീതിയിലേക്ക് ആക്രമണം മാറിയ ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് KSEB ചെയർമാൻ ഈ വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കാൻ വേണ്ടി ഓർഡർ നൽകിയത് എന്നുള്ളതാണ്. KSEBയുടെ റിയാക്ഷൻ അടക്കം നമ്മൾ ഇന്നലെ കൊടുത്തതാണ്. അതിനുശേഷം ഇന്ന് മറ്റൊരു വിവരം കൂടി KSEB പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഈ അജ്മലിന്റെ പിതാവ് വീട്ടുകാർ എന്ത് പിഴച്ചു എന്നുള്ളതായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളടക്കം ചോദിച്ച ചോദ്യം. അജ്മൽ തെറ്റ് ചെയ്തതിന് വീട്ടുകാരുടെ അടക്കം അനുഭവിക്കുന്ന വൈദ്യുതി എന്തിന് ഡിസ്കണക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു. എന്നാൽ വൈദ്യുതി വകുപ്പിന് പറയാനുള്ള ഒരു കാര്യം കൂടി പൊതുസമൂഹത്തിൽ എത്തിക്കേണ്ടതുണ്ട്. അതായത് തിരുവമ്പാടി പോലീസ് സ്റ്റേഷന് സമീപമുള്ള റസാഖ് UC ഉള്ളാട്ടിൽ വീട്, അതായത് അജ്മലിന്റെ പിതാവ് നേരത്തെ 2022-ൽ ഇതേപോലെ തന്നെ വൈദ്യുതി ചാർജ് നൽകാതിരിക്കുകയും 2 തവണ KSEB പലതവണ ഫോണിൽ വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഡിസ്കണക്ട് ചെയ്യാൻ പോയ അവസരത്തിൽ KSEB ജീവനക്കാരെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ KSEB എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി. അതായത് KSEB എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഇത്തരത്തിൽ നിയമപരമായി ഒരു നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല. KSEBക്ക് നിയമപരമായി നടപടിയെടുക്കാൻ സാധിക്കാത്തതിനാൽ പോലീസ് പ്രൊട്ടക്ഷൻ, ജീവനക്കാരെ ഉപദ്രവിക്കുന്നതിനാൽ KSEB ഓഫീസിൽ വന്ന് വീണ്ടും ജീവനക്കാരെ മർദ്ദിക്കുന്നതിനാൽ തങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ പരാതി പോലീസിൽ 2022-ൽ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് കൂടി KSEB മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആ പരാതിയുടെ കോപ്പിയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരാതിയുടെ കോപ്പി ലഭിച്ചിരിക്കുന്നു. എന്തായാലും നിരന്തരം പ്രശ്നം KSEB ഓഫീസിന് നേരെ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് തങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ബന്ധം അടക്കം ഉപയോഗിച്ചുകൊണ്ട് KSEB ജീവനക്കാരെ മുഴുവൻ നിരന്തരം ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ഡിസ്കണക്ഷൻ ചെയ്യാൻ വിടാതെ തീർച്ചയായും ഈ തിരുവമ്പാടി KSEB ഓഫീസിലേക്ക് നടത്തിയ അതിക്രമം, യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ അതിക്രമം യാദൃശ്ചികമല്ല. സ്ഥിരം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും അടക്കം സ്ഥിരം KSEBക്ക് നേരെ നേരത്തെയും ഇത്തരത്തിൽ അക്രമം നടത്തിയിട്ടുണ്ട്. അനാവശ്യമായി നിയമ നടപടി സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലാണ് അത്തരത്തിൽ അക്രമം നടത്തുന്നത്. അതിൻ്റെ പരാതി കൂടിയാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് പരാതിയുടെ കോപ്പിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ജോഷില നൽകിയത്.